ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് തൊട്ട് നമ്മളെ ഫ്രാങ്ക്ലിൻ അല്ല ഗൈസ്, പോലീസ് ഫ്രാങ്ക്ലിനാണ്. വേറെ ഒന്നല്ല ഗൈസ്, നമ്മളെ പോലീസ് സ്റ്റേഷനിലാണെന്നുണ്ടെങ്കിൽ ഇന്ന് പോലീസുകാരെ സെലക്ഷനൊക്കെ ഉണ്ട്. അല്ല, പോലീസിനായിട്ട് എടുക്കേണ്ട സെലക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. ഇപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവർക്കൊക്കെ മനസ്സിലാവും, നമ്മളൊരു ജെറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീടൊക്കെ സെയിലാക്കി ഇപ്പോൾ നമ്മളിതാ ഈ ഒരു ക്യാബിനിലാണ്, അല്ല ഈ ഒരു ഹൗസ് വണ്ടിയിലാണ് നമ്മൾ ഇന്നലെ താമസിച്ചത്. നമുക്ക് പുതിയ വീടൊക്കെ എടുക്കണം. അത് നമുക്ക് പോലീസിൽ പോയിട്ട് ജോയിൻ ചെയ്തിട്ട് അവിടുന്ന് കിട്ടുന്ന ക്യാഷ് കൊണ്ടൊക്കെ വേണം നമുക്ക് വീടൊക്കെ വാങ്ങിക്കാൻ. പക്ഷെ ഇഞ്ചാ വണ്ടറുള്ളി കിടന്ന് ഉറങ്ങണം ഗീസ്. ഓനെ വിളിച്ച് ശല്യപ്പെടുത്തുന്നൊന്നുമില്ല. ഓനോട് ഇന്നലെ നൈറ്റ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് രാവിലെ നേരത്തെ പോകുന്നു. ഓക്കെ, ഇവിടെ ഇപ്പം തിരക്ക് കുറവാണ്. സംഭവം വേറെ ഒന്നല്ല, ഇവിടെ ഇപ്പം നേരത്തെ ഒരു 7 മണി ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നേരത്തെ പോയാൽ നമുക്ക് വേഗം സെലക്ഷൻ കിട്ടും ഗീസ്. അയ്യോ, ചെറുതായിട്ടൊരു സ്റ്റാൻഡ് എടുക്കാൻ നോക്കിയതാണ്, അവിടെ ഇടിച്ച്. സീനില്ലേ, നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് അങ്ങോട്ട് പോവാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ പോലീസ് സ്റ്റേഷൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളെ വണ്ടി എന്തായാലും നമുക്ക് ഈ സൈഡിൽ പാർക്ക് ചെയ്യാം. ഇവിടെ ആരും എത്തിയിട്ടില്ല തോന്നുന്നു. എല്ലാവരും വരാനുള്ള ടൈം ആവണുള്ള. നമ്മൾ തന്നെ നേരത്തെ. സംഭവം ജോലിയൊന്നും ഇല്ല ഗൈസ്, നമുക്ക് ചെല്ല ജോലി പോയിട്ട് വേണം ക്യാഷ് ഉണ്ടാക്കാൻ. ഓക്കെ, നമുക്ക് ഈ പോലീസുകാരനോട് ചോദിച്ചു വെക്കാം. സാറേ, ഇന്നല്ല ഇവിടെ ഈ പോലീസിൽ ജോയിൻ ചെയ്യണവർക്കൊക്കെ ഉള്ള സെലക്ഷന്? അതെ, ഇന്നാണ് പോലീസിൽ ജോയിൻ ചെയ്യുന്നവർക്കുള്ള ക്യാമ്പ് ഉള്ളത്. തന്റെ പേരെന്താണ്? താൻ ഇതിനു വേണ്ടിട്ട് വന്നാണോ? ആ സാറേ, ഞാൻ ഇതിന് ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നതാണ്. തന്റെ പേരെന്താണ്? എന്റെ പേര് ഫ്രാങ്ക്ലിന്. അപ്പൊ എനിക്കുള്ള ഫ്രാങ്ക്ലിനെ, അപ്പൊ നിനക്കുള്ള മിഷൻസ് ഒക്കെ ഞാൻ സെറ്റ് ആക്കാം. നീ എന്റെ കൂടെ വായു. ഫസ്റ്റത്തെ മിഷന് വേറെ ഒന്നല്ല, വല്ല ഹൈറ്റുള്ള ബിൽഡിങ്ങിന്റെ മേലെ പോയിട്ട് ചാടാ. അതാണ് നമ്മളെ ഫസ്റ്റത്തെ മിഷൻ. ഈ ടെസ്റ്റ് നടത്തുന്നത് വേറെ ഒന്നിനല്ല, കുറ്റവാളി ബിൽഡിങ്ങിന്റെ മേലെന്ന് ചാടുമ്പോ അതിന്റെ പിന്നാലെ നിനക്ക് ചാടാനുള്ള ധൈര്യം ഉണ്ടോ നോക്കാനാണ്. നീ ഹെലികോപ്റ്റർ വന്ന് കേറി, നമുക്ക് ഏറ്റവും ഹൈറ്റുള്ള ബിൽഡിങ്ങിന്റെ മേലോട്ട് പോവാം. സാറേ, കൊറേ നേരം പൂലൊടങ്ങിട്ട് എത്തിയില്ലേ? ഓളോ, നമ്മൾ തൊട്ടപ്പുറത്തുള്ള ബിൽഡിങ്ങിന്റെ മേലോട്ടാണ് നീ ചാടാൻ പോവേണ്ടത്. നീ റെഡി ആയിരുന്നോ? ഞാൻ ഹെലികോപ്റ്റർ അവിടെ നിന്ന് സെറ്റ് ആക്കട്ടെ, എന്നിട്ട് നീ ചാടിക്കോ. അതെന്താടാ പിടിച്ചാ കിട്ടുന്ന ഹെലികോപ്റ്റർ? അവിടെ വേറെ ഹെലികോപ്റ്റർ ഏതാടേ? 2 ഹെലികോപ്റ്റർ ഈ ബിൽഡിങ്ങിന്റെ മേലെ ഞാൻ വരുന്നുണ്ടെന്ന് ഒരു കൊടുത്താലോ? പിന്നെന്താണ്, കുഴപ്പമില്ല, നമുക്ക് ഈ സൈഡില് ലാൻഡ് ആക്കാം. അപ്പൊ ഫ്രാങ്ക്ലിനെ പറഞ്ഞതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ? നീ ബിൽഡിങ്ങിന്റെ ഏതെങ്കിലും കോർണറിൽ പോയി ചാടാ. എന്നിട്ട് അവിടുന്ന് ചാടുമ്പോ പാരച്യൂട്ട് ഓപ്പൺ ആക്കേണ്ടതൊക്കെ നിനക്ക് അറിയില്ലേ? ഈ ബിൽഡിങ്ങിന്റെ മേലോട്ടൊക്കെ വരുമ്പോ പാരച്യൂട്ടൊക്കെ നീ എടുക്കണം. അപ്പൊ പോയി ചാടിക്കോ. ഓക്കെ സാറേ. അടിക്കോ നോക്കുമ്പോ തന്നെ തല ഇറങ്ങണ്. പിന്നെ ഒരു ഭാഗ്യം പാരച്യൂട്ട് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഈ പാരച്യൂട്ട് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല. എന്നാലും ഒക്കെ എടുത്ത് ചാടി വെക്കാം. രണ്ടും കൽപ്പിച്ചെടുത്ത് ചാടണം ഗൈസ്. ചാടിക്കോ ഫ്രാങ്ക്ലിനെ. അയ്യോ ഗൈസ്, ഇതെങ്ങനെ ഓപ്പൺ ആക്കും? അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ ഈ പാരച്യൂട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. എനിക്കത് അറിയണ്ടായിരുന്നില്ല. എന്തൊരു വള്ളിന്റെ കൈ കിട്ടിയപ്പോൾ പിടിച്ച് വലിച്ചതാണ്. അപ്പൊ തന്നെ പാരച്യൂട്ട് ഓപ്പൺ ആയി. ഞാൻ വിചാരിച്ച് ഞാൻ അതോടെ കഴിഞ്ഞിന്ന്. ഭാഗ്യത്തിന് ആ വള്ളി കൈ കിട്ടിയ ഭാഗ്യം. എന്തോ ഒരു ഭാഗ്യം ഗൈസ്. എന്തായാലും നമ്മൾ ഈ ഒരു മിഷനിൽ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ഗൈസ്. നമ്മളെ പോലീസുകാരെ അടിയിലോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആള് വരണ വരെ വെയിറ്റ് ചെയ്യാം. നമ്മളെന്തായാലും ഇതിൽ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് മിഷൻ എന്താ നോക്കാം. അതെന്താണ് കാലുമിലൊക്കെ ചുറ്റി കിടക്കല്ലേ ഈ വള്ളി? എവിടെ മറ്റാളെന്തി? ഓഫീസർ കാണാലല്ലോ. ഓക്കെ ഫ്രാങ്ക്ലിൻ, ഞാൻ വിചാരിച്ചതിനായിട്ട് നന്നായിട്ട് നീ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് ടാസ്ക് നിനക്ക് ഗൺസ് ഒക്കെ ഉപയോഗിക്കാൻ അറിയോ? ഗൺസാ? ഗൺസ് എന്ന് വെച്ചാൽ എനിക്കറിയില്ല സാറേ, ഞാൻ ഗൺസ് ഒന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് നിനക്ക് നെക്സ്റ്റ് ടാസ്ക് സ്നൈപ്പർ വെച്ച് ഹെഡ് ടാർഗറ്റ് ചെയ്ത് അടിക്കുന്നതാണ്. നീ വേഗം പോലീസ് സ്റ്റേഷനിലോട്ട് വായു. അപ്പൊ ഷൂട്ട് ചെയ്യട്ടെ? നീ ഷൂട്ട് ചെയ്തോ. ആ മരത്തിന്റെ ചവിട്ടി നിൽക്കുന്ന പോലീസ് ഓഫീസർ ഉണ്ടല്ലോ, അത് ഡമ്മിയാണ്. അതിനാണ് നീ ഹെഡ് ടാർഗറ്റ് ചെയ്ത് അടിക്കേണ്ടത്. അപ്പൊ നീ ഷൂട്ട് ചെയ്തോട്ടോ. ഓക്കെ സാറേ. മറ്റേ സാറ് ഇവിടുന്ന് അങ്ങോട്ട് നീങ്ങി നിൽക്കുന്നുണ്ട്. സംഭവം വേറെ ഒന്നല്ല, മരയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്ക്. നമുക്ക് ഹെഡ് ഇട്ട് ഗൈസ് അതടിച്ച് അടമ്മിനെ നമ്മൾ വീഴ്ത്തി. അപ്പൊ ഈ മിഷൻ നമ്മൾ കംപ്ലീറ്റ് ആക്കി ഗൈസ്. അത്രേ ഉള്ളൂ. നീ പോലീസിൽ ഏറ്റെടുക്കുന്ന ലാസ്റ്റ് മിഷൻ ആയിക്കൊണ്ടിരിക്കുന്നു. നീ എന്റെ പിന്നാലെ വായോ. ലാസ്റ്റത്തെ മിഷൻ വേറെ ഒന്നല്ല, നീ ഇവിടുന്ന് ഞാൻ ലൊക്കേഷൻ ഇട്ട് തന്നിട്ടുണ്ട് എന്റെ ഗൂഗിൾ മാപ്പില്. ആ ലൊക്കേഷൻ വരെ നീ ഇവിടുന്ന് ഓടണം. അതാണ് നിന്റെ ടാസ്ക്. അതുപോലെ തന്നെ അവിടെ നിന്ന് തിരിച്ചോടി വരണം. നീ എവിടെ നിൽക്കാൻ പാടില്ല, റെസ്റ്റ് ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ നിന്റെ ഓട്ടം തുടങ്ങിക്കോ. ഓക്കെ സാറേ, സെറ്റ്. ഇതൊക്കെ ഞാൻ രാവിലെ എപ്പോഴും ജോഗിങ്ങിന് പോണതാ. ഇപ്പൊ ഇന്നെന്തായാലും പോയിട്ടില്ല. അപ്പൊ ഇന്നത്തെ ജോഗിങ് ഈ ടാസ്കിലൂടെ ആവാം. നീ വേഗം പോയിട്ട് പോയ, ഞാൻ എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവും. നമ്മളിവിടെ ഓട്ടം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി നേരെ അവിടെ ഓടി എത്തണം ഗൈസ്. റെസ്റ്റ് ഒന്നും ചെയ്യാൻ പാടില്ല. അതാണ് ഈ ടാസ്കിലത്തെ മെയിൻ പ്രശ്നം. നമ്മൾ ഓടിക്കൊണ്ടേ ഇരിക്കണം. റെസ്റ്റ് ചെയ്ത ആളിന്റെ ഫോണിൽ എന്തോ സെൻസർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മളെവിടെയെങ്കിലും നിന്നാൽ അപ്പം തന്നെ ആ സെൻസർ അലാറം കൊടുക്കും. അപ്പം നമ്മൾ ഈ മെഷീനിന് ഫെയിലാവും. അപ്പോൾ നമ്മളെല്ലാ മെഷീനും റീട്രൈ ചെയ്യേണ്ടി വരും. അത് വേണ്ട ഗൈസ്, ഞാൻ എവിടെ നിൽക്കുന്നില്ല. നമുക്ക് നേരെ ഓടാം. എന്നിട്ട് അവിടെ നിങ്ങണ്ടേക്കാൻ നേരെ തിരിച്ചു വരാം. ഓക്കെ, നമുക്ക് നേരെ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്.
ഗൈസ് നമ്മളങ്ങനെ ഒരു റെസ്റ്റ് ചെയ്യാണ്ട് ഇവിടെ വരെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടുന്ന് എത്ര ദൂരം വെച്ചിട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് ഇനി തിരിച്ചോടണ്ടേ? റെസ്റ്റ് ചെയ്യാൻ പാടില്ല, നമുക്ക് ഇനി തിരിഞ്ഞോടാം ഗൈസ്. ഞാൻ അത്ര കഷ്ടപ്പെട്ട് പോലീസ് ആവാൻ വേണ്ടിയിട്ടുള്ള ടാസ്ക് ഒക്കെ ചെയ്യല്ലേ, അപ്പൊ നിങ്ങൾക്കൊരു ടാസ്ക് തരട്ടെ. നിങ്ങൾ അടി കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടല്ലേ, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തെടുത്തേക്ക്. പിന്നെ എല്ലാവരും വീഡിയോക്ക് ഒരു 1 ലൈക്ക് താക. റോഡ് ടു 20 ലൈക്സ് ആണ് ടാർഗറ്റ്. നിങ്ങളൊരു ലൈക്ക് അടിച്ച് പവർ ആക്ക്. ഓക്കെ, നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് തന്നെ തിരിച്ചോടാം. ഫ്രാങ്ക്ലിൻ, കൺഗ്രാചുലേഷൻസ് ഫോർ ദ പോലീസ് ജോബ്. നിനക്കുള്ള ജോബ് ഇതിവിടെ സെറ്റ് ആയിട്ടുണ്ട്. നിനക്ക് നാളെ വന്നിട്ട് പോലീസിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ നിന്റെ യൂണിഫോം 2-3 വീക്സ് പിടിക്കും കിട്ടണമെന്നുണ്ടെങ്കിൽ. എനിക്കൊരു തിരക്കുണ്ട്, അതാണ് ഞാൻ നടന്നുകൊണ്ട് വർത്തമാനം പറയുന്നത്. അപ്പൊ നമുക്ക് നാളെ കാണാം. നീ നാളെ വന്ന് ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്താ. ഓക്കെ സാറേ, താങ്ക് യു. ഗൈസ്, നിങ്ങൾ കേട്ടില്ലേ? നമുക്ക് എന്തായാലും പോലീസിന്റെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നാളെ വന്ന് ജോയിൻ ചെയ്യാം. നമ്മളെ ഷിൻജാൻ ഇവിടെ ഇല്ല ഗൈസ്. ഷിൻജാൻ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് എൻ്റെ നാട്ടിൽ പോയിരിക്കുകയാണ്. എന്തായാലും 2-3 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരും. നമ്മളെ വീഡിയോയിൽ ഓൻ ഇനി ഉണ്ടാവും. പവർ ആക്കണം നമുക്ക്. ഷിൻജാനോടൊക്കെ വന്നിട്ട് പറയണം പോലീസിന്റെ ജോബ് കിട്ടിയെന്ന്. ഗൈസ്, നമ്മളങ്ങനെ കുടിച്ച് കുട്ടപ്പനൊക്കെ ആയിട്ട് രാവിലെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മുടെ കാരവാൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇത് ഇന്നലെ എടുത്തിട്ടൊന്നുമില്ല, അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മൾ വന്ന് ജസ്റ്റ് കുളിച്ച് സെറ്റായിട്ട് ഇരിക്കുകയാണ്. ഈ വണ്ടി പിന്നെ ഇവിടെ ഇരുന്നോട്ടെ, നമുക്ക് ആവശ്യങ്ങൾ വരും. നമുക്ക് നമ്മളെ ബൈക്ക് എടുത്തിട്ട് തന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം. അപ്പോൾ ഷിൻജാൻ ഇല്ലാണ്ട് സുഖമില്ല ഗൈസ്. അപ്പോൾ ഷിൻജാനെ നമുക്ക് നാളെ തന്നെ വിളിച്ച് കൊണ്ടുവരണം അല്ല ഗൈസ്? ഷിൻജാനെ നാളെ തന്നെ വിളിച്ചു കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ലൈക്ക് അടിക്കുക. ലൈക്ക് ടാർഗറ്റ് 20 ലൈക്സ് ആക്കണം ഗൈസ്, പ്ലീസ് ഗൈസ്. ഷിൻജാനെ ഇഷ്ടമുണ്ടെങ്കിൽ ജസ്റ്റ് 1 ലൈക്ക് എങ്കിലും തായോ. നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം. ബൈക്കൊക്കെ ഞാൻ ഇന്നലെ എവിടെ കൊടുന്ന് വെച്ച് ജോലി കിട്ടിയ സന്തോഷത്തിൽ ബൈക്കൊക്കെ എവിടെയൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം. അവർ നേരത്തെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ക്രിമിനലിനെ പിടിക്കാണ്ടാവും ഗൈസ്, നമുക്ക് പോയേക്കാം. നമ്മളൊരു ടാസ്കിന്റെ ഭാഗമായിട്ട് ഇന്ന് നമുക്ക് പോലീസിന്റെ ജോബൊക്കെ കിട്ടിയതല്ലേ, അതുകൊണ്ട് നമ്മളൊക്കെ ഈ വണ്ടിയിൽ ഒറ്റയ്ക്ക് പോയിട്ടൊരു ക്രിമിനലിനെ പിടിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് പോയേക്കാം. എന്താ പോലീസുകാർ ഓടി കളിക്കുന്നത്? ഇവരെന്താ വെറുതെ ഗണ്ണൊക്കെ എടുത്തിട്ട് വീശുന്നത്? എന്തായാലും ആവട്ടെ, നമുക്ക് നേരെ ഇനി മറ്റേ ക്രിമിനലിനെ പിടിക്കാൻ വേണ്ടി പോവാ. അവന് ബൈക്ക് എടുത്ത് അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ അവനെ പിടിക്കാൻ പോണം ഗൈസ്. തുറക്കിതൊക്കെ ഇതെന്താ അതൊക്കെ തുറന്നാടാ. അത് കംപ്ലൈന്റ് ഒന്നും ഇട്ടാ ഇയാളെങ്ങോട്ട് ഓടുന്നു. തുറക്കാൻ പറയുമ്പോൾ വേറെ എവിടെ ഓടുന്നു. അത് കംപ്ലൈന്റ് ആണ്. നമുക്ക് ഈ സൈഡിൽ കൂടെ എടുത്ത് പോവാ. ആ ക്രിമിനൽ പോകാനായിട്ട് മുമ്പ് നമുക്ക് അതിനെ പോയി പിടിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഈ ജോബ് പോകും ഗൈസ്. അങ്ങനെ ഉണ്ട് ഈ പരിപാടി ഗൈസ്. നമ്മളെ ക്രിമിനൽ ഇതിന്റെ തൊട്ട ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഇത് ഈ വാനുള്ളവനാണ് ആ ക്രിമിനൽ. ഇവനെന്താ പിടിക്കാൻ പറ്റും? വണ്ടി നിർത്തുന്നില്ല ഗൈസ്. സാധാരണ സിറ്റിയിലുള്ളവരെ വണ്ടിയായിട്ട് പോയി ജസ്റ്റ് തട്ടിയാൽ മതി, അപ്പത്തിനും പുറത്ത് ചാടി ഇറങ്ങി വീഴണ ഐറ്റംസ്. ഇവനാണെന്നുണ്ടെങ്കിൽ ചാടണൂല്ല ഇറങ്ങണൂല്ല. അതുകൊണ്ട് ഓർ തുറന്നിട്ടുണ്ട്, ചാടാതെ നോക്കിയിട്ടുണ്ട് തോന്നുന്നു. നമുക്ക് അവനെ പിടിക്കുക ഗൈസ്. ഗൈസ്, നമ്മളങ്ങനെ അവനെ പിടിച്ചിട്ട് വേറെ പോലീസുകാരന്മാരെ വന്നിട്ട് അതിനെ പിടിച്ചോണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മളന്നത്തെ ജോബ് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇനി വണ്ടി അടിയിൽ തന്നെ കൊണ്ടുപോയിടാം. എന്നിട്ട് നമുക്ക് നാളെ വരാം. ഇവിടെ മാസത്തിലൊരിക്കലാണ് ഗൈസ് നമുക്ക് $800 കിട്ടും മാസത്തിൽ. അപ്പം ഇന്ന് നമുക്ക് ഫസ്റ്റ് ആയതുകൊണ്ട് $100 തന്നിട്ടുണ്ട്. നമുക്ക് വണ്ടി എന്തായാലും ഇവിടെ കൊണ്ടുപോയിടാം. അപ്പോൾ ഗൈസ്, ഇതുള്ള നമ്മളന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.